സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പാട്ടുപാടാത്ത തന്നെ കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ലെന്നും ഇത്തവണയും പാട്ടും പാടി ജയിക്കുമെന്നും ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. എന്താ കഥ? നിന്നെ ഞാൻ മറക്കേ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. പാട്ടില്ലാത്ത ഒരു രമ്യ ഹരിദാസിനെ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ വരും. അപ്പം ആ പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാതിരിക്കാൻ കഴിയില്ല. വെറുതെ ചിരിപ്പിക്കരുത്. അത് പാടാതിരിക്കാൻ കഴിയില്ല. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പോലിച്ച്. ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് പാടാതിരിക്കാൻ കഴിയില്ല. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പോലിച്ച്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? പാട്ടൊരു ഘടകമാണ്. അയ്യോ, പാട്ടൊന്നും ഒരു ഘടകമൊന്നും അല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഒരു പാട്ട് പാടാത്ത ഒരു കഴുതയില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഒരു പാട്ട് പാടാത്ത ഒരു കഴുതയില്ല. അപ്പൊ പിന്നെ ഒരാൾ പാട്ട് പാടിയെന്ന് പറഞ്ഞിട്ട് എന്താണ്? ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. നീ പാതി ഞാൻ പാതി കണ്ണേ എങ്ങനെ ഇരിക്കണം? അരികിൽ നീ എൻറി തൂങ്കാത് കണ്ണേ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നീ ഇല്ലയേൽ ഇനി ഞാനില്ലയേ. അപ്പൊ അതുകൊണ്ട് ഇതിവിടെ ജയിക്കേണ്ടത് ആരാണ്? ഞാൻ, സരസു. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? ഞാൻ, സരസു. എന്തുള്ള പേരാണത്?